വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഇലക്കറിയാണ് ചെറുപയറിന്റെ ഇല. അത് നമുക്ക് 5 ദിവസം കൊണ്ട് തന്നെ കൃഷി ചെയ്ത് വളരെ രുചികരമായി ഇത് പാചകം ചെയ്യാൻ പറ്റും. കൂണ് കറി വെക്കുന്നത് പോലെയുള്ള സുന്ദരമായിട്ടുള്ള ഒരു രുചിയാണ് ഇതിനുള്ളത്. ഇതിന് വളരെ എളുപ്പമുള്ള ഒരു കൃഷിയാണ്. നമ്മളുടെ വീടിന്റെ അകത്ത് വെച്ച് തന്നെ കൃഷി ചെയ്യാവുന്നതാണ്. ഇതിന് ആവശ്യമായിട്ടുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, ഒരു വട്ടത്തിലുള്ള ഒരു പാത്രം ആവശ്യമാണ്. അല്പം ചെറുപയറിന്റെ വിത്ത് ആവശ്യമാണ്. ആ പത്രം കീറി വയ്ക്കേണ്ടുന്നത് ആവശ്യമാണ്. പത്രം അതിൻ്റെ അകത്തേക്ക് ഈ പാത്രത്തിന്റെ അകത്തേക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ഈ പാത്രത്തിന്റെ അകത്ത് കീറി വെച്ചിരിക്കുന്ന പത്രപേപ്പറുകൾ നമ്മൾ നിറയ്ക്കുന്നു. ഇങ്ങനെ പത്രത്തിന്റെ പേപ്പറുകൾ നമ്മൾ ഈ പാത്രത്തിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നു. വളരെ എളുപ്പമുള്ള പണിയാണ്. നമ്മളുടെ വീട്ടിലെ പത്രങ്ങൾ വേസ്റ്റ് ആയിട്ട് വീടിന്റെ മൂലയിൽ നിൽക്കുന്നത് ആവശ്യമില്ലാതെ ഒരവസ്ഥയാണ്. ഇത് നമ്മൾ കീറിയ പത്രപേപ്പറുകൾ ഇതിലേക്ക് നിറയ്ക്കുന്നു. പത്രപേപ്പറുകൾ നിറച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു വെള്ള പേപ്പർ നമ്മൾ വെക്കുന്നു. കാരണം പത്രത്തിന്റെ അകത്ത് ഒരു കാർബണൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം പത്രപേപ്പർ നമ്മൾ ഈ പാത്രത്തിന്റെ അകത്ത് വെച്ചു. അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുക. ഇനി നമ്മൾ ഈ പാത്രത്തിന്റെ അകത്തേക്ക് ഇവിടെ നമ്മൾ കരുതിയിരിക്കുന്ന ചെറുപയറിന്റെ വിത്ത് ഇടുന്നു. ഒന്നിന് മുകളിൽ ഒന്ന് നിൽക്കാത്ത രീതിയിൽ ഇത് നമ്മൾ ചെക്കിക്കൊടുക്കണം. അല്പം ചെറുപയർ കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. വളരെ കുറച്ച്, ഒരു 10-20 ഗ്രാം മാത്രം മതിയായിരിക്കും. അത് ഇട്ട് അതിൻ്റെ അകത്ത് നമ്മൾ അതിന് നനവ് കിട്ടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. രാവിലെയും വൈകിട്ടും ഇതിൽ വെള്ളം ഒഴിക്കുക. അങ്ങനെ 6ാമത്തെ ദിവസമാകുമ്പോൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഇത് കൃഷി ചെയ്ത് കറി വെക്കുവാൻ പാകമായി തീരും. ഇത് സാധാരണ വീടുകളിൽ തോരൻ വെക്കുന്നത് പോലെ ഇത് മുഴുവൻ എടുത്ത് നന്നായിട്ട് കഴുകി കൃഷി ചെയ്യുന്നതായിരിക്കും. കൂണിന്റെ കറി വെക്കാവുന്നതായിരിക്കും. കൂണിന്റെ രുചിയാണ്. എല്ലാവരും ഇത് പരീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.